ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ഹോം റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് നെഞ്ചിരിച്ചിൽ. അപ്പോൾ നെഞ്ചിരിച്ചിൽ മാറാനുള്ള വീട്ടുവൈദ്യങ്ങൾ ധാരാളമുണ്ട്. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഒന്നോ രണ്ടോ യൂസ് കൊണ്ട് തന്നെ ഈ ഒരു നെഞ്ചിരിച്ചിലിൻ്റെ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നൊരു കാര്യമാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ഹോം റെമഡീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോസ് ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കണേ. അപ്പം നമ്മൾ ആദ്യമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് പെരിഞ്ജീരകമാണ്. അതൊരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ വരെ നമുക്ക് എടുക്കാം കേട്ടോ. ആ ഒരു അളവിൽ പെരിഞ്ജീരകം നമുക്ക് എടുക്കാവുന്നതാണ്. പെരിഞ്ജീരകം തന്നെ എടുക്കണം. ഇത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തമ പ്രതിവിധിയാണ് കേട്ടോ. അപ്പോൾ അസിഡിറ്റി അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. പെരിഞ്ജീരകം നമുക്കൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിൽ ധാരാളം പൊട്ടാസ്യം ഇരുമ്പും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട്, അതുപോലെ BP ഒക്കെ അൺകൺട്രോളായിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ടും ഈ പെരിഞ്ജീരകം ഉപയോഗിക്കുന്നത് വഴി സാധിക്കുന്നുണ്ട്. ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും നാരുകൾ ധാരാളമുള്ള ഈ ഒരു പെരിഞ്ജീരകം സഹായിക്കും. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ദഹന പ്രശ്നങ്ങൾക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു പരിഹാരമാണ്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ ഇഞ്ചി. അപ്പോൾ ഇഞ്ചി കൂടുതലായിട്ട് എടുക്കേണ്ട, ഈ ഒരു അളവിൽ ചെറിയൊരു അളവിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചിയും കൂടി ഇതിൽ ചേർത്തിട്ട് നമുക്ക് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 5 ഗ്രാം വീതം ഇഞ്ചി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദനകളൊക്കെ കുറയ്ക്കാനും ഇഞ്ചി ഉപയോഗിക്കാവുന്നതാണ്. ഇഞ്ചി ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമെന്ന് ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഞ്ചി നിങ്ങൾ ഇതിനു മുമ്പ് ഇതേപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഞ്ചിയും പെരിഞ്ജീരകവും നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒരു പാനിലെടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ ഇഞ്ചിയും അതേപോലെ പെരിഞ്ജീരകവും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ അടപ്പത്ത് വെച്ച് തിളപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് ഒരു 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെച്ചത്, അത് ഒരു 3/4 ഗ്ലാസ്സായിട്ട് വറ്റി വരണം. ആ ഒരു സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാവുന്നതാണ്. ഇഞ്ചി നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഞ്ചി നീര് എടുത്തിട്ട് തേൻ്റെ കൂടെ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ വെള്ളം തിളപ്പിച്ച് ആ ഒരു രീതിയിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അതുമാത്രമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. ഈ ഒരു ഡ്രിങ്ക് ഒരുപാട് പേർക്ക് റിസൾട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇതിൻ്റെ തന്നെ മറ്റൊരു രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ട് ഒത്തിരി പേർക്ക് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്കിത് കഴിക്കാനായിട്ട് ഇഷ്ടം ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നതാണ് കേട്ടോ. തണുത്തതിന് ശേഷവും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് ഒറ്റ തവണ കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കുന്ന ഒരു റെമഡിയാണ്. ഇത് കുടിച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ രാത്രിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് കൂടി ഇതുപോലെ തിളപ്പിച്ചിട്ട് അത് നമുക്ക് വറ്റിച്ച് 3/4 ഗ്ലാസ്സാക്കി നമുക്ക് കുടിക്കാവുന്നതാണ്. നമ്മൾ കഴിച്ച എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ നമ്മുടെ ശരീരത്തിന് പിടിക്കാതെ വരുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു പാനീയം നമ്മൾ കുടിച്ച് കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മാറി നമുക്ക് ഓക്കെ ആയിക്കൊള്ളും. പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഉടനെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.